ഷിരൂരിലേക്ക് തന്നെയാണ് ആദ്യം. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ അർജുനു വേണ്ടി നിർണായക പരിശോധന നടത്തുന്നു. അടിയൊഴുക്കും കാഴ്ച പരിമിതിയും വെല്ലുവിളിയായതിനെ തുടർന്ന് നദിയിലിറങ്ങിയുള്ള പരിശോധന വൈകും. ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് പരിശോധിച്ച ശേഷമാണ് ദൗത്യ സംഘത്തിന്റെ വിലയിരുത്തൽ. ഡ്രോൺ പരിശോധനയ്ക്കായി ബാറ്ററി ദൗത്യ മേഖലയിൽ എത്തിച്ചു. വിവരങ്ങളുമായി ഹഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ് ഷിരൂരിൽ നിന്ന്. ഹഷ്മി, ഈ പുഴയുടെ അടിയൊഴുക്ക് ശക്തമാണ്, അത് വലിയൊരു വെല്ലുവിളിയാണ്. അതേസമയം തന്നെ തടയണ കെട്ടി അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ബാറ്ററി ഇപ്പോൾ അവിടെ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എത്ര സമയത്തിനകം ഈ ദൗത്യം ആരംഭിക്കും? ഈ തടയണ കെട്ടി നിയന്ത്രിക്കൽ എന്ന ബി പ്ലാനിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. തടയണ കെട്ടി ഏത് രീതിയിൽ എത്ര ദൂരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ ആ വലിയ ഒഴുക്കിന്റെ ഗതി മാറ്റി വിടുക എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ആലോചന. ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട് ക്രിസ്റ്റീന. അതിന് പോലും വലിയ പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞാൽ ഈ തടയണ നിർമ്മാണത്തെ ഇപ്പോൾ ചെറു തടയണ നിർമ്മാണം അടക്കമാണെങ്കിൽ കൂടിയും അതിഭീകരമായ മാരകമായ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ് ഗംഗാവാലി പുഴയിൽ. ഇന്നലെ രാത്രി ഈ മലയോര മേഖല വൃഷ്ടിപ്രദേശങ്ങളിൽ വലിയ മഴ പെയ്തില്ല എന്ന് പറയുമ്പോൾ പോലും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ പുഴയുടെ ഒഴുക്കിൽ പ്രകടമല്ല. മാത്രമല്ല നദിയുടെ ജലനിരപ്പിലും ഇന്നലെ രാത്രി മഴ മാറി നിന്നു, അല്ലെങ്കിൽ വലിയ മഴ പെയ്തില്ല എന്ന ഒരു ഘടകം സ്വാധീനിക്കുന്നില്ല. അങ്ങനെ തുടരുകയാണ്. ഒഴുക്ക് 20 നോട്ട് എന്ന് പറയുന്ന ആ വലിയ ഒഴുക്കിൽ, വലിയ മാരകമായ ഒഴുക്കിൽ അങ്ങനെ തുടരുകയാണ്. ഡിഫൻസ് PR നമ്മളോട് പറഞ്ഞത് 2 to 3 നോട്ട് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ നേവിയുടെ ഡൈവർ സംഘത്തിന് അങ്ങോട്ട് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ഏത് രീതിയിൽ മറികടക്കാൻ കഴിയുമെന്ന ആലോചനയാണ് ഇപ്പോൾ MK രാഘവൻ MK മഞ്ചേശ്വരം MLA അടക്കമുള്ളവർ, കാർവാർ MLA അടക്കം, സതീഷ് കൃഷ്ണസേൽ അടക്കമുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചില ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്താണ് ബി പ്ലാൻ എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ചർച്ചയിൽ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത് കൃഷ്ണൻ. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ ബാറ്ററി, ഈ ഡ്രോൺ ഉപയോഗിക്കേണ്ട റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ്റെ ആ ഡ്രോൺ ഉപയോഗിക്കേണ്ട ബാറ്ററി ഇപ്പോഴാണ് കാർവാറിൽ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. കാർവാറിൽ ഇങ്ങോട്ടേക്ക് ഒരു 1.5 മണിക്കൂർ ബൈ റോഡ് യാത്രയുണ്ട്. ഇടയ്ക്ക് അല്പം ട്രാഫിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി കർണാടക സർക്കാർ വലിയ മുൻകൈ എടുക്കുന്നു ആ ബാറ്ററി എത്തിക്കാൻ. അതിന് മുന്നിലും പോലീസ് എസ്കോട്ടൊക്കെയായി ഗതാഗത കുരുക്കുകൾ, തടസ്സങ്ങൾ ഒഴിവാക്കി വളരെ വേഗം തന്നെ ബാറ്ററി ഇങ്ങോട്ടേക്ക് എത്തി. അല്പസമയത്തിനകം അത് അസംബിൾ ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നു എന്നാണ് അറിയേണ്ടത്. ആ പരിശോധന അതിനിർണായകമാണ് കൃഷ്ണ. എന്താണെന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ അടിത്തട്ടിൽ സോണാറുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി, അല്ലെങ്കിൽ നേവി ഡൈവർ സംഘത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ ഇങ്ങനെ കലങ്ങി ഒഴുകാണ്, ചുവന്നൊഴുകുന്ന നദിയാണ് ആ നദി. ഇന്നലെ രാവിലെയൊക്കെ അല്പമൊന്നും തെളിഞ്ഞെങ്കിൽ കൂടിയും പിന്നീട് വീണ്ടും ചുവക്കുന്ന കാഴ്ച, അത് വീണ്ടും മണ്ണിന്റെ നിറമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ തീരെ വിസിബിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വലിയ സഹായകരമാകും. അതിൽ ഏറ്റവും പ്രധാനം ഈ ലോറി ഉയർത്തുക എന്നത് ഒരു പരിഗണന തന്നെയാണ്. പക്ഷേ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഏറ്റവും പരമപ്രധാനമായി നിൽക്കുന്നത് ഈ ലോറിയുടെ ക്യാബിൻ ഏത് ദിശയിൽ എങ്ങോട്ടേക്ക് ഇരിക്കുന്നു എന്ന് അറിയണം. അത് ഈ ചെളിമണ്ണിൽ പൂണ്ടിരിക്കുകയാണോ എന്നറിയണം. അതിൻ്റെ ഡോർ തുറക്കാൻ കഴിയുമോ എന്നറിയണം. ഡോർ തുറക്കാൻ ഇപ്പോൾ 10 ദിവസമാകുന്നുണ്ട് ഇത് ആ മേഖലയിൽ തുടർന്നിട്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നേവി അംഗത്തിന് പോയി അതിന് ഡോർ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ള മറുവഴി എന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കണമെങ്കിൽ അത് കുറച്ചുകൂടി വൃത്തിയുള്ള വിഷ്വൽ കിട്ടണം, അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു ചിത്രമെങ്കിലും കിട്ടണം. അങ്ങനെ മികവാർന്ന ഈ പറയുന്ന ഏതാണ് സീറോ വിസിബിലിറ്റിയിലും കാര്യങ്ങൾ കൃത്യമായി ഗണിച്ച് കാര്യങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യാൻ ശക്തിയുള്ള ഏറ്റവും എഫിഷ്യൻ്റായ ഉപകരണമാണ് ഈ ഡ്രോൺ. അല്പസമയത്തിനകം തന്നെ ആ ഡ്രോൺ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമെന്ന് അറിയാൻ കഴിയുകയാണ്. നേവി അവരുടെ ട്രയൽ തുടങ്ങാനുള്ള ആലോചനകളുണ്ട്. അപ്പോഴും അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്റ്റീന, 2 to 3 നോട്ടാണ് അവരുടെ ഐഡിയൽ അവസ്ഥ. പക്ഷേ ഇപ്പോൾ 20 നോട്ട് എന്ന് പറയുന്ന അന്തരം വളരെ വലുതാണ്. രാവിലെ മുതൽ തന്നെ ഈ റിസ്ക് അനാലിസിസ് നടത്തുന്നുണ്ട് സൈനിക സംഘാംഗങ്ങൾ. ഈ പുഴയിലെ ഒഴുക്ക് ഒരു നാവികസേനാംഗത്തിന് ഡൈവ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാവാത്ത വണ്ണം ഏത് സമയം ആ മിനിമൽ അവസ്ഥ നിൽക്കുന്നോ അപ്പോൾ ഡൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആ ഒഴുക്ക് നിലയ്ക്കുന്നില്ല എങ്കിലാണ് ഈ ബി പ്ലാൻ എന്നുള്ള നിലയ്ക്ക് തടയണ നിർമ്മാണത്തിനെ കുറിച്ചുള്ള ആലോചനകൾ പുരോഗമിക്കുന്നത്. അതും ഈ എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ ആർമിക്കുണ്ട്. അവരുടെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഓൺ ഫോണിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഏത് സമയം നിർദ്ദേശം കിട്ടിയാൽ അവർക്കത് പെട്ടെന്ന് പണിയാവുന്നേ ഉള്ളൂ. ഈ പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ വളരെ പെട്ടെന്ന് പാലങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ അതിവൈദഗ്ധ്യം നേടിയാണ് നമ്മുടെ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം. അപ്പോൾ അവരുടെ ഒക്കെ വിദഗ്ധോപദേശമൊക്കെ തേടുന്നുണ്ട്. ഏത് രീതിയിൽ ഒരു തടയണ ആ ഒഴുക്കിൻ്റെ ഗതി മാറ്റി വിട്ടെങ്കിലും ചെറുതായെങ്കിലും അല്പസമയത്തേക്കാണെങ്കിൽ കൂടിയും ഈ ഒഴുക്കിൻ്റെ ഒരു ഗതിമാറ്റം ആലോചനയുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടി ഉള്ള മണ്ണുമാറ്റം കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇസാനി എക്സ്കവേറ്റർ രാവിലെ മുതൽ തന്നെ മണ്ണുമാറ്റം തുടരുന്നുണ്ട്. അതിപ്പോൾ രണ്ടാണെങ്കിലും അത് ഇത്തരത്തിൽ ചെറുതടയണ നിർമ്മാണത്തിനാണെങ്കിലും വാഹനം ഉയർത്താനാണെങ്കിലും ആ മണ്ണുമാറ്റം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ സമാന്തരമായി ആ മണ്ണുമാറ്റൽ നീക്കങ്ങൾ അങ്ങനെ പുരോഗമിക്കുന്നു. എന്തായാലും ഇന്നും വളരെ സജീവമായ വളരെ ആക്റ്റീവായ ഒരു ആക്ഷൻ ഡേ ആണെന്ന്
എന്ന് പറയാം. ഇന്ന് രാവിലെ 7 മണി രാവിലെ മുതൽ നമ്മൾ ഒരു 6 മണി മുതൽ നമ്മൾ ഇവിടെ ഉണ്ട്. അപ്പോൾ മുതൽ ഉദ്യോഗസ്ഥർ 6:30 ആകുമ്പോഴേക്കും ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. 7 മണിയോടുകൂടി തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ പോകുന്നു. ഇവിടെ വൈഷ്ണവി IAS എന്ന് പറയുന്ന ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി നേരിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ഈ ചുമതലകളുടെ ഏകോപനം വളരെ ഭംഗിയെ വളരെ കൃത്യമായി തന്നെ നിർവഹിക്കുന്നു. പുറത്തെ കാര്യങ്ങൾ പോലീസിൻ്റെ അടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി നേരിട്ട് ചുമതല ഏൽപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായ ഏറ്റവും എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിക്കൊണ്ട് അതിൻ്റെ മേൽനോട്ടത്തിൽ യോഗങ്ങളടക്കം മുന്നോട്ട് പോകാനുള്ള പ്ലാനിൻ്റെ ആലോചന അടക്കം വളരെ കൃത്യമായി തന്നെ നടക്കുന്നു. ക്രിസ്റ്റീന, അതിലേറ്റവും പ്രധാനം ഇതാണ്. ഇന്ന് 10ാം ദിവസമാണ്. 10ാം ദിവസം നമുക്ക് അർജുൻ്റെ വീട്ടുകാർക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിവരം നൽകാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. 10ാം ദിവസം ഈ ലോറിക്കടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് അതിപ്രധാനം. അതിൽ പ്രധാനം ഈ നദിയിലെ കുത്തൊഴുക്ക് തന്നെയാണ്. കുത്തൊഴുക്ക് കൃത്രിമമായി ഒന്ന് നിയന്ത്രിക്കാൻ വഴിയുണ്ടോ എന്ന ബി പ്ലാൻ ആലോചനയിൽ നടക്കുന്നു. എന്തായാലും കാര്യങ്ങൾ വളരെ സജീവമായി നടക്കുകയാണ്. അല്പസമയത്തിനകം ഡ്രോൺ അങ്ങോട്ടേക്ക് ബാറ്ററി പോയിട്ടുണ്ട്. ബാറ്ററി അസംബ്ലിംഗ് കഴിഞ്ഞിട്ട് ആ ഡ്രോൺ സംവിധാനം അങ്ങോട്ടേക്ക്. നേരത്തെ നമ്മൾ റിട്ടയർഡ് ഇന്ദ്രപാലുമായി അദ്ദേഹം വന്നപ്പോൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കറിയാം കാലാവസ്ഥ വളരെ റഫാണെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുന്നു അദ്ദേഹവും ടീമും ഇനി കാലാവസ്ഥ എത്ര റഫാണെങ്കിലും എത്രമാത്രം കാറ്റും മഴയും ഉണ്ടെങ്കിലും ബോട്ടിൽ ഈ സംഭവ സ്ഥലത്തേക്ക് പോയി ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ കാലാവസ്ഥ പ്രശ്നത്തിൽ മാറി നിൽക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ആ ദൗത്യം തുടരും. ആ ദൗത്യത്തിൻ്റെ റിസൾട്ട് കൂടി വളരെ പെട്ടെന്ന് തന്നെ ആ ദൗത്യം ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഒക്കെ ഉള്ളിൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ അറിയാം. അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞാൽ നാവികസേനയ്ക്ക് നേവിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വളരെ സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ ഏത് സമയം തുടങ്ങാൻ കഴിയുമോ എന്ന ആകാംക്ഷയിൽ നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥ ജസ്റ്റ് ഒന്ന് അനുകൂലമായി തുടങ്ങാം. എന്തായാലും ഈ സമയത്ത് ഇവിടെ മഴ മാറി നിൽക്കുന്നു. കൃഷ്ണ ഇടയ്ക്ക് 1-2 പെരുമഴ വലിയ മഴ പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും മഴ മാറി നിൽക്കുകയാണ്. നമ്മുടെ ചില പ്രാദേശിക അവിടെ ഉള്ള ഉൾഗ്രാമങ്ങളിലൊക്കെയുള്ള ചില പ്രാദേശിക അവിടെ അറിയാവുന്ന മാധ്യമപ്രവർത്തകരോട് വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെ മലയോര മേഖലകളിലൊക്കെ ഒരു ഭീകര മഴ ഇപ്പോഴില്ല. രാത്രികാലങ്ങളിലും അങ്ങനെ ഒരു വലിയ മഴ അവിടെ പെയ്തിട്ടില്ല. അതൊക്കെ ശുഭപ്രതീക്ഷയാണ്. ഇപ്പോൾ മാറി നിൽക്കുന്ന മഴ ശുഭപ്രതീക്ഷയാണ്. മലയോര മേഖലയിൽ വൃഷ്ടിപ്രദേശങ്ങളിൽ വലിയ മഴ പെയ്യുന്നില്ല എന്നുള്ളത് ശുഭപ്രതീക്ഷയാണ്. അല്പസമയത്തിനകം തന്നെ ഈ നദിയുടെ പുതിയ റിസ്ക് അനാലിസിസിൻ്റെ റിപ്പോർട്ട് പോലെ സാങ്കേതികമായി അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. റിപ്പോർട്ട് പോലെ വരും. എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ ഒഴുക്ക് വിലയിരുത്തുന്ന രീതിയാണ്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ ഏതെങ്കിലും തരത്തിൽ നേവിക്ക് ഒരു ട്രയൽ നടത്താൻ കഴിയുന്ന രീതിയിൽ ഒഴുക്ക് ക്രമപ്പെടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം അല്പസമയത്തിനകം വരും. എന്തായാലും ഈ മണിക്കൂറുകൾ മിഷൻ ഷിരൂർ സംബന്ധിച്ച്, മിഷൻ അർജുൻ സംബന്ധിച്ച്, നമ്മുടെ പ്രതീക്ഷകൾ സംബന്ധിച്ച് 10ാം ദിവസം ഉച്ചയാകുമ്പോഴും ഏറ്റവും നിർഭരമായ പ്രത്യാശാ നിർഭരമായ ഒരു ദിവസത്തിൻ്റെ ഉച്ചയിലാണ് നമ്മൾ. ക്രിസ്റ്റീന. ഹഷ്മി താജ് ഇബ്രാഹിമാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.